ആ ഇത് നമ്മളെ ജാക്കിന്റെ വീടല്ലേ? ഹായ്, ജാക്കിന് കുറെ കാറുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആ നമുക്കൊരു കാര്യം ചെയ്താലോ? ഞമ്മക്ക് ഇതില് ഒരു 2-3 കാറിനെ ഇട്ട് പൊട്ടിക്കാം. ആഹാ, 2 കാറ് പൊട്ടിയല്ലോ. ഇതും കൂടി ഒന്ന് പൊട്ടിച്ചേക്കാം. ഓഹോ, വാവ്, ഇത് നല്ല അടിപൊളിയാണല്ലോ. അതും കൂടി ഒന്ന് പൊട്ടിച്ചാലോ? ആരാടാ ഇവിടെ? അയ്യോ, ജാക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങട്ടെ. അയ്യോ, രക്ഷപ്പെട്ടോ. അയ്യോ, ഓക്കെ, അപ്പൊ ഞമ്മളങ്ങനെ രക്ഷപ്പെട്ട്. അയ്യോ, പുറത്തെന്താടാ ഇങ്ങനെ പൊട്ടുന്നൊരു ശബ്ദം? എന്റെ കാറുകളൊക്കെ എവിടെ പോയി? ഷെടാ, ഇനിയിപ്പോ ഇത് പൊട്ടിത്തെറിച്ച ശബ്ദമാണോ നമ്മളിപ്പോ കേട്ടത്? അയ്യോ, എന്റെ കാറ്, എത്ര പൈസന്റെ കാറെന്നറിയോ അത്? അയ്യോ, അത് പൊട്ടിച്ചവനെ ഞാൻ വെറുതെ വിടൂല. ഞാൻ എന്റെ മിസൈൽ എടുത്തിട്ട് വരട്ടെ, ബാക്കി ഞാൻ അപ്പൊ കാണിച്ചു കൊടുക്കാം. ആ ജാക്കിന്റെ വീടല്ലേ ഇത്? ആ ജാക്ക് അങ്കിൾക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ കുറെ ആയി വിചാരിക്കുന്നു. എന്ത് പണി ഇപ്പൊ ഞാൻ കൊടുക്കും? ആ ജാക്ക് അങ്കിൾക്ക് കുറെ കാറൊക്കെ ഉണ്ടല്ലോ. ഓ ആ എനിക്കിപ്പോ ഒരു ഐഡിയ തോന്നുന്നു ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ കാറുകളൊക്കെ ഒന്ന് നശിപ്പിച്ചാലോ? യെസ്, ആ ഞാൻ എന്റെ മിസൈൽ എടുത്ത് പൊട്ടിക്കട്ടെ. ആഹാ, ഇതെന്തായാലും അടിപൊളിയാട്ടോ. വാവ്, ഓ അങ്ങനെ ലാസ്റ്റത്തെ ഈ കാറും കൂടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പണി കൊടുക്കൽ കഴിഞ്ഞ്. ആ ഇനി ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടട്ടെ, ഇല്ലെങ്കിൽ ജാക്ക് വന്ന് എന്നെ തൂക്കും ഗൈസ്. അയ്യോ, ഓടിക്കോ. എവിടെ പോയ എന്റെ മിസൈല്? ഓക്കെ, ഞാൻ എന്റെ മിസൈൽ എടുത്തിട്ടുണ്ട്. ഇതെന്താ ഇപ്പൊ ഒരു ശബ്ദം കൂടി കേട്ടല്ലോ? ഇനിയിപ്പോ എന്റെ കാറ്, ഓ നോ, എന്റെ കാർ ആരാ? ഇത് അറിഞ്ഞും കൊണ്ടുള്ള പണിയാണല്ലോ. ഷെടാ, ആയിരിക്കാടാ എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഗൈസ്? ഷെടാ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മളെ CCTV ഒന്ന് പരിശോധിക്കണം. ആരാണ് ഞാൻ നോക്കട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഹെടാ, ഇത് നമ്മളാ കുരുത്തം കെട്ട ചെക്കനല്ലേ, ഷിൻചാൻ. ഇവനായിരുന്നല്ലേ ഇതിനൊക്കെ കാരണം. ഷെടാ, അവൻ പൊട്ടിക്കുന്ന നോക്കറ, ഞമ്മള റിച്ച് കാറായിരുന്നു ഇതൊക്കെ. ഷെടാ, ഇതെന്തിനായിരിക്കും ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഷിൻചാനെ കാണിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് ഇവൻ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടിയതാണല്ലേ കള്ളൻ. ഞാൻ കാണിച്ചെടുക്കുന്നുണ്ട്. അത് ശരി, അപ്പൊ ഇതൊക്കെ ഷിൻചാന്റെ കുരുത്തക്കേടാണല്ലേ? പക്ഷേ അവന് ഞാൻ വരുമ്പോഴത്തേക്കും അവന് ഓടിയിരുന്നു ഗൈസ്. ആ സമയം ഇപ്പുറത്തുണ്ടായ കാറുകളൊക്കെ സേഫായിരുന്നു. രണ്ടാമത് ആരോ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ്, നമുക്ക് അതാരാണെന്ന് നമുക്ക് നോക്കണം ഗൈസ്. ഓക്കെ, വീണ്ടും നമുക്ക് CCTV ഒന്ന് ചെക്ക് ചെയ്യാം. അതാ ഗൈസ്, ഡോറിമോൻ വരുന്നുണ്ട്. ഓ ഗൈസ്, അവൻതാ മിസൈൽ എടുത്ത് ഗൈസ്. അയ്യോ ഗൈസ്, അവൻതാ പൊട്ടിച്ചു ഗൈസ് നമ്മളെ വണ്ടിയെ. എങ്ങനെ ഗൈസ് ഇങ്ങനെയൊക്കെ പൊട്ടിക്കാൻ തോന്നുന്നത്? അയ്യോ ഗൈസ്, നമ്മളെ 4 കാർ അവനിട്ട് പൊട്ടിച്ച്. അതിനുശേഷം അവന് ഇവിടുന്ന് ഓടിയല്ലേ കള്ളന്മാർ. ഞാൻ കാണിച്ചെടുക്കുന്നുണ്ട് രണ്ടെണ്ണത്തിനും. CCTV ഒക്കെ ചെക്ക് ചെയ്ത് ഇപ്പുറത്തെ ഭാഗം പൊട്ടിച്ചിരിക്കുന്നത് ഷിൻചാനാണ്, അപ്പുറത്തെ ഭാഗം പൊട്ടിച്ചിരിക്കുന്നത് ഡോറിമോനാണ്. അപ്പൊ ഞമ്മക്ക് ഇവർക്ക് രണ്ടാക്കും ഒരു പണി കൊടുത്തേ പറ്റൂ ഗൈസ്. എന്റെ കാറാണ് ഗൈസ് അവരെ നശിപ്പിച്ച് കളഞ്ഞത്. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണത്തിനും. ഞമ്മക്കൊരു കാര്യം ചെയ്താലോ ഗൈസ്? നമുക്ക് ഷിൻചാനെ വിളിച്ച് ഡോറിമോനെ നല്ലത് പറയാം ഗൈസ്. അതിനുശേഷം ഡോറിമോനെ വിളിച്ച് ഷിൻചാനെ നല്ലത് പറയാം ഗൈസ്. അപ്പോൾ രണ്ടുപേർക്കും ഇടയിലൊരു ദേഷ്യം ഉണ്ടാവും ഗൈസ്. അങ്ങനെ രണ്ടാളും യുദ്ധം ചെയ്യട്ടെ. അങ്ങനെ അവർ പഠിക്കട്ടെ പാഠം. നമുക്ക് എന്തായാലും ആദ്യം നമുക്ക് ഷിൻചാനെ വിളിച്ചോക്കാം ഗൈസ്. ഹലോ ഷിൻചാനെ. ഹലോ, ഇതാരാ? ഞാനാരാട്ടെ? ഷിൻചാനല്ലേ ഇത്? ഷിൻചാനാണ്. അതെ, പിന്നെണ്ടല്ലോ, നിന്നേക്കാളും എത്രയോ വേദാടാ ഡോറിമോന്. ഡോറിമോന് എത്ര നല്ല ചെക്കനാണ്. ഇതെന്താ എന്നെ വിളിച്ച് ഡോറിമോന്റെ കഥ പറയുന്നത്? അതെ, നിനക്കൊക്കെ കുറച്ച് നന്നായിക്കൂടാ. താനൊന്ന് വെച്ചിട്ട് പോടോ. യെസ് ഗൈസ്, ഷിൻചാൻ എന്തോ ഒന്ന് കത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഡോറിമോന്റെ കാര്യത്തിലുള്ള തീരുമാനമാണ് ഗൈസ്. നമുക്ക് ഡോറിമോനെ വിളിച്ച് ഷിൻചാനെ നല്ലത് പറയാം ഗൈസ്. ഓക്കെ, ഹലോ. ഇതാരാണ്? ഇതൊക്കെ വിട്, ഇത് ഡോറിമോനല്ലേ? ഡോറിമോനാണ്. അതെ, പിന്നെണ്ടല്ലോ, എടാ നിനക്ക് ഷിൻചാനെ പോലെ ആയിക്കൂലടാ. ഷിൻചാനോ? അതെന്താണ്? അല്ല, നിന്നേക്കാളും എത്രയോ നല്ല മിടുക്കനാടാ ഷിൻചാൻ. ഷെടാ, അതെ, താൻ എന്താണ് എന്നെ വിളിച്ച് ഷിൻചാന്റെ കഥ പറയുന്നത്? അത് അവൻ നല്ലത് ചെയ്യുന്നതുകൊണ്ടാണ്. താനൊന്ന് പോടാ അവിടുന്ന്. യെസ് ഗൈസ്, രണ്ടാളും അങ്ങനെ തെറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അവരെ യുദ്ധം കാണാം ഗൈസ്. ഓക്കെ, എന്നെക്കാളും വേദം ഷിൻചാനാണെന്നോ?
ഇല്ല, അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചില്ല. എടാ ഷിൻചാൻ, ഞാൻ വരുന്നടാ. നിന്നെ ഈ സിറ്റിന്ന് പറഞ്ഞയച്ച് ഞാനാവടാ ഇവിടുത്തെ ഹീറോ. ആഹാ, അത്രക്കായോ? എന്തായാലും ഡോറിമോനേക്കാളും വേദം ഞാൻ തന്നെയാണ്. ആരാ പറഞ്ഞത് ഡോറിമോനേക്കാളും മോശമാണ് ഞാനെന്ന്? ഞാൻ ഡോറിമോനെ കാണിച്ചെടുക്കുന്നുണ്ട്. ഡോറിമോൻ, ഞാൻ എന്താ വരുന്നടാ. നിനക്ക് എന്തായാലും ഞാനൊരു പണി തരാൻ പോവാണ്. അതെ ഡോറിമോനെ. ആ ഷിൻചാനെ, ഞാൻ നിന്നെ തേടി വരുമായിരുന്നടാ. അതെന്തിനാ? ഞാൻ നിന്നെ തേടി വരായിരുന്നു. അതൊക്കെ വിട് നീ. എനിക്ക് നിന്നോടൊരു യുദ്ധം ചെയ്യണം. എന്നോട് യുദ്ധം? അത് പറയാനാണല്ലോ ഞാൻ വന്നത്. എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നോടൊരു യുദ്ധം ചെയ്തേ പറ്റൂ. ശരി ഡോറിമോനെ, യുദ്ധം ചെയ്യാലോ. എത്ര മണിക്ക്, എവിടെ വെച്ച്? ഇന്നതാ ഈ ജാക്കിന്റെ വീട്ടിൽ വെച്ച്. ഓക്കെ ഡോറിമോനെ, ഇന്നത്തോടെ അതിന്റെ കഥ തീർന്നു കേട്ടോ. അത് നമുക്ക് നോക്കാടാ. ഓക്കെ. ഇന്നറിയാൻ പറ്റും ഞാനോ ഡോറിമോനോ ഏറ്റവും വലുതെന്ന്. ഇന്നത്തോടെ ഷിൻചാന്റെ കഥയിൽ ഒരു തീരുമാനമായി. ഇന്നത്തോടെ എല്ലാവർക്കും അറിയല്ലോ ഞാനാണ് ഷിൻചാനേക്കാളും ഏറ്റവും മികച്ചതെന്ന്. ഇന്നെന്തായാലും വൈകുന്നേരം ആവുമ്പോൾ യുദ്ധം ഉണ്ടാവും. പക്ഷേ അതിൽ ഷിൻചാൻ തോൽക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സിന് ഉണ്ടാക്കണം. എൻ്റെ ഗ്യാങ്ങിനെ ഞാൻ വിളിച്ചേ പറ്റൂ. ഹലോ ഡോറിമോൻ ഗ്യാങ്, പെട്ടെന്ന് വരൂ. ബൂം. യെസ്, അതെ ഡോറിമോൻ ഗ്യാങ്, എന്തായാലും ഇന്ന് വൈകുന്നേരം ഒരു യുദ്ധം നടക്കാൻ പോയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്പൗൺ ആവണം. ഓക്കെ? ശരി ബോസ്. ശരി, എന്തായാലും നിങ്ങൾ ഇപ്പോ പോയിക്കോ. കൃത്യം 4 മണിയാകുമ്പോ വന്നോളണം. ഈ യുദ്ധത്തില് ഞാൻ മാത്രമേ ജയിക്കാൻ പാടില്ലൂ. എനിക്കൊരു കാര്യം ചെയ്യണം. എന്തായാലും എനിക്ക് എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സിന് ഉണ്ടാക്കണം. ഒരു കാര്യം ചെയ്യാം, സയന്റിസ്റ്റിനോട് ഒരു മരുന്നങ്ങ് ചോദിച്ചേക്കാം. ഇതന്നെ അന്ന് ജാക്ക് പറഞ്ഞ സയന്റിസ്റ്റിന്റെ വീട്. ഹലോ സയന്റിസ്റ്റ് അങ്കിളെ. ഇതാര്? കുട്ടി ഷിൻചാനോ? അതെ അങ്കിളെ. പിന്നുണ്ടല്ലോ, എനിക്ക് എൻ്റെ തന്നെ കുറെ ഡ്യൂപ്ലിക്കേറ്റ്സിനാക്കുന്ന മരുന്ന് വേണം. അതിനെന്താ, ഞാൻ തരാലോ. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ഒക്കെ കുറവല്ലേ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാ ഞാൻ നിനക്ക് തരാം. അതെയോ? അപ്പോൾ ഗൈസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എനിക്ക് യുദ്ധത്തിൽ ജയിക്കണമെന്നുണ്ട്. ഓക്കെ സയന്റിസ്റ്റേ, അത് റെഡിയായി. ഇന്നാ ഡ്യൂപ്ലിക്കേറ്റ്സ് ആക്കുന്ന മരുന്ന്. ഓക്കെ, താങ്ക് യു സയന്റിസ്റ്റ്. അങ്ങനെ സയന്റിസ്റ്റിനോട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കുറെ സമയമല്ലോ വെയിറ്റ് ചെയ്യുന്നേ. 4 മണിയും ആയി. ഈ ഡോറിമോൻ എവിടെ പോയി കിടക്കാണ്? അവൻ പേടിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങ് പറഞ്ഞാലോ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല, ഞാൻ എന്താ ഇവിടെ തന്നെ ഉണ്ട്. നീ വന്നല്ലേ? എന്നാ ശരി, യുദ്ധം തുടങ്ങാല്ലേ? അതിനെന്താ, യുദ്ധം തുടങ്ങാലോ. പക്ഷെ ഡോറിമോനെ, ഒരു മിനിറ്റ്, ഞാൻ ഈ മരുന്നൊന്ന് കുടിച്ചോട്ടെ. അതെന്ത് മരുന്നാണ്? അതൊക്കെ പറയാം. യെസ്. ഷിൻചാനെ, നീയും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കിയോ? അതെ. എന്താ, നീയും ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഉണ്ടാക്കിനല്ലേ? ആടാ, ഒരു മിനിറ്റ്, ഇതാ ഇപ്പൊ സ്പോൺ ആക്കാം. ഇതാ പിടിച്ചോ. അയ്യോ, ഇതൊക്കെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഞാനും നീയും സമമാണ്. അത് ശരിയാണ്. ഏടാ ഒരു മിനിറ്റ്, ജാക്കല്ലടാ അതിൻ്റെ ഉള്ളിൽ ചിരിക്കുന്നത്? ആടാ, ജാക്ക് തന്നെ. ഇന്നത്തോടെ ഷിൻചാനും ഡോറിമോന്റെ കഥ തീരും. എന്തായാലും ശബ്ദം മാറ്റി വിളിച്ചത് നന്നായി. അത് ശരി. അപ്പൊ എന്നെ വിളിച്ചത് ജാക്കായിരുന്നോ? നിന്നെ വിളിച്ചിരുന്നോ? പിന്നെ അല്ലാണ്ട് എന്നെയും വിളിച്ചിരുന്നു, നീ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. എന്നെയും വിളിച്ചിരുന്നു, നീ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അത് ശരി, അപ്പൊ ജാക്കിന്റെ പണിയായിരുന്നല്ലേ ഇതൊക്കെ. എന്നാ വാ, നമുക്കൊക്കെ കൂടി ജാക്കിനെ അറ്റാക്ക് ചെയ്യാം. അതെ ശരിയാണ്, നമുക്ക് ജാക്കിനെ അറ്റാക്ക് ചെയ്യാം. അയ്യോ ഗൈസ്, എല്ലാവരും കൂടി എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് ഗൈസ്. അയ്യോ, രക്ഷപ്പെട്ടോ. നിൽക്ക്, എല്ലാവരും നിൽക്ക്. എടാ ജാക്ക്, നീ നമ്മളെ പറ്റിച്ചല്ലേ? എൻ്റെ ഇവരുണ്ടായ കാറൊക്കെ നിങ്ങളല്ലേ നശിപ്പിച്ചത്? അങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പണി തന്നതാണ്. അത് പറഞ്ഞാ പോരെ, നമ്മള് തരുന്നില്ലേ? എന്നാ ഈ കാറിൻ്റെ ഒക്കെ പൈസ താ. ഇപ്പോൾ നമ്മളൊക്കെ പൈസ ഇല്ല, നമ്മൾ പിന്നീട് തരാം. ഇന്നാ പിടിച്ചോ, എല്ലാവരും പോട്ടെ. എടാ യഥാർത്ഥ ഷിൻചാനെ, ഡോറിമോനെ, നിങ്ങളിങ്ങോട്ട് വാടാ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ ഇവിടെ ഇരിക്കും കേട്ടോ. നിങ്ങളെൻ്റെ കാറുകളൊക്കെ തിരിച്ചു തരുന്നവരെ നിങ്ങളെന്തായാലും ഇവിടെ ഉണ്ടാവും. സോ ഗൈസ്, ഷിൻചാനും ഡോറിമോനും ഞാൻ പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷിൻചാനും ഡോറിമോനും എന്താ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷിൻചാനും ഡോറിമോനും നമുക്ക് പൈസ ഒക്കെ പിന്നീട് തരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.